അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എൻ്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വേദനാജനകമായൊരു വാർത്ത നമ്മൾ കണ്ടു. ഷഹന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു. ആദ്യ വിവാഹം കഴിഞ്ഞ് അതിലൊരു കുട്ടിയുണ്ട്. അതുപോലെ തന്നെ മുൻഷിദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ചങ്ങാതി, അവനാണ് അവളെ വിവാഹം കഴിച്ചത്. അവനിക്കും ഒരു കുട്ടിയുണ്ട്. വിവാഹ ജീവിതം കഴിഞ്ഞ് 5 മാസമേ വിവാഹത്തിൻ്റെ ദിവസം കഴിഞ്ഞിട്ടായിട്ടുള്ളൂ. അങ്ങനെ അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സുഖസുന്ദരമായ രൂപത്തിലുള്ള ജീവിതമാണെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അവനിക്ക് സംശയ രോഗമാണ്. സംശയം ഇങ്ങനെ ഉടലെടുക്കുകയാണ്. എൻ്റെ ഭാര്യ ആരോടൊക്കെയോ സംസാരിക്കുന്നുണ്ട്, ആരോടൊക്കെയോ മുണ്ടുന്നുണ്ട്, അവിടെ സ്വഭാവം ശരിയല്ല. ഇങ്ങനെ പല സംശയങ്ങളും അവനിക്ക് വരാൻ തുടങ്ങി. അവൻ ആ പെണ്ണിനെ അവിടെ നിന്ന് തീ കൊളുത്തുകയാണ്. ദിവസവും അവനോട് പല വിഷയങ്ങൾ പറഞ്ഞിട്ട് തർക്കിക്കുകയാണ്. അവളോട് ചൂടാവുകയാണ്. അവളോട് പല രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവസാനം കഴിഞ്ഞ ദിവസം ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ദേഹത്തേക്ക് മണ്ണെണ്ണ ഒഴിച്ചു അത്രേ. എന്നിട്ട് തീ കൊളുത്തി കൊന്നു കളഞ്ഞു. എന്നാലോചിച്ചോ കണികൾ. പാതിരാ സമയത്ത് ഈ സഹോദരി ഓടുകയാണ് എവിടേക്ക്? അയൽവാസിയുടെ വീട്ടിലേക്ക്, വെന്തുരുകുന്ന ശരീരവുമായിട്ട്. ആ വെന്തുരുകുന്ന ശരീരവുമായിട്ട് ഓടിയിട്ട് അയൽവാസിയുടെ അടുത്ത് പോയിട്ട് പറയാം, എൻ്റെ കാക്കുന്നെ തീ വെച്ചതാണ്, എൻ്റെ ദേഹത്തേക്ക് മണ്ണെണ്ണ ഒഴിച്ചിട്ട് കത്തിച്ചതാണ്. എന്താ കാരണം? സംശയരോഗം. കാരണങ്ങളില്ല, സംശയരോഗം. അങ്ങനെ നമ്മുടെ മനസ്സിനകത്ത് വന്നാൽ നമ്മൾ ആദ്യം കാണിക്കേണ്ടത് ഭാര്യയോടുത്തുള്ള ദേഷ്യമല്ല, അല്ലെങ്കിൽ ഭർത്താവിനോടുത്തുള്ള ദേഷ്യമല്ല. നമ്മൾ ആദ്യം കാണിക്കേണ്ടത് ഒരു ഡോക്ടറെ പോയിട്ട് കാണിക്കലാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനം അതാണ്. നമുക്ക് തന്നെ തോന്നുകയാണ് എൻ്റെ കാര്യത്തിൽ എനിക്ക് അവളെ സംശയമുണ്ട്, അല്ലെങ്കിൽ അവർ ഇതിങ്ങനെ സംശയമായിട്ട് പല രൂപത്തിൽ നമ്മുടെ പാർട്ട്ണറുമായിട്ട് എന്തെങ്കിലും ഒരു വിഷയം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പണി അതാണ്. ഒന്നാലോചിച്ച് നോക്കൂ. ഞാൻ ആലോചിച്ച് പോയി, പടച്ച റബ്ബേ, വെന്തുരുകി മാംസങ്ങളൊക്കെ ഇങ്ങനെ അടർന്ന് നിൽക്കുന്നുണ്ടത്രേ. അവിടുന്ന് സഹോദരിമാർ അയൽപക്കത്തുള്ളവർ ചോദിക്കുകയാണ്, എന്ത് നിനക്ക് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറയാണ്, എൻ്റെ ഈ കാക്കു എന്നെ ദേഹത്തേക്ക് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചതാണ്. ആ പെൺകുട്ടിയുടെ സാഹചര്യ അവസ്ഥ, വേദനയൊന്ന് നോക്കൂ നിങ്ങൾ. ഞാൻ മനസ്സിലാക്കുക, അവനെയും സത്യം പറഞ്ഞാൽ അതിൻ്റെ വേദന അറിയിക്കണം. അതാണ് അവനക്ക് കൊടുക്കാൻ കഴിയുന്ന ശിക്ഷ. പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ 3 ദിവസത്തോളം ആ പെൺകുട്ടി കിടന്നു. കഴിഞ്ഞ ദിവസം മരണപ്പെടുകയും ചെയ്തു. ഈ വാർത്ത എത്ര വേദനയോടെയാണ് നമ്മളൊക്കെ കേൾക്കുന്നത്. എൻ്റെ പ്രിയമുള്ള, നമ്മൾ അങ്ങനെ ഒരു സംഭവം, ഒരു സാഹചര്യം നമുക്ക് മുമ്പിലേക്ക് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണണം. എന്നിട്ട് എൻ്റെ സ്വഭാവം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. സ്നേഹത്തോടു കൂടെ ഭാര്യയോടും ഭർത്താവിനോടും നിൽക്കാൻ നമുക്ക് കഴിയണം. ആ പെൺകുട്ടി ഒരുപാട് പ്രതീക്ഷകൾ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുടുംബം എന്നുള്ള രൂപത്തിൽ പ്രതീക്ഷയുമായി വന്നവളാണ്. അവളുടെ ജീവിതവും അവളുടെ പ്രതീക്ഷകളുമാണ് ആ സമയത്ത് ഇല്ലാതായിപ്പോയത്. അയൽവാസികൾ പറയാണ്, എൻ്റെ കുട്ടിയെ ഇവിടെ ഇടരുത്, ഇവൻ്റെ അടുത്ത് ഇടരുത്, അവനെ കൊന്നു കളയുമെന്ന് പറഞ്ഞിട്ടാണ് ആംബുലൻസിലേക്ക് ആ സഹോദരി കയറുന്നത്. സഹോദരി ചോദിക്കുന്നിടത്തരെ, എനിക്ക് വെള്ളം വേണം, പച്ചവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. അയൽവാസികൾ പറയാണ്, ഒരു പായ വിരിച്ചു, ഞങ്ങളൊരു തുണി ഇങ്ങനെ വിരിച്ചു കൊടുത്തു, ശരീരത്തിൽ ഡ്രസ്സൊന്നുമില്ലൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഒരു പായ ഇങ്ങനെ തുണി വിരിച്ചു കൊടുത്തു, ദേഹത്തേക്ക് ഇട്ട് കൊടുത്തു. ഇരിക്കാനൊന്നും കഴിയുന്നില്ല, ശരീരമൊക്കെ വെന്തു പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് ആർക്കും പിടിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലായിരുന്നു ഷഹന എന്ന് പറയുന്ന ഈ സഹോദരിയുടെ ശരീരമെന്ന് അയൽവാസികൾ കണ്ണീരോടെ സങ്കടത്തോടെ പറയാം. എന്നിട്ടോ ആ പെണ്ണിനെ ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്ന രംഗമൊക്കെ അവർ പറയാൻ, കാണാൻ പോലും കഴിയാത്ത സാഹചര്യം. ഒരിക്കലും അവിടുന്ന് തൻ്റെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്ത രൂപത്തിലായിരുന്നു ആ ഷഹന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ശരീരത്തിൻ്റെ അവസ്ഥയെന്ന് ഇന്ന് അയൽവാസികളായ കണ്ടു നിന്നിരുന്ന ആളുകൾ, കണ്ടുപോയ ആളുകൾ സങ്കടത്തോടെ പറയാം. ഇങ്ങനൊരു സംഭവം പറയണമെങ്കിൽ ആ അയൽവാസികൾ അത് കണ്ട് എത്രത്തോളം അവിടുന്ന് വേദനിച്ചിട്ടുണ്ടാകും. കാണുന്നവർക്ക് അത്രത്തോളം വേദനയുണ്ടെങ്കിൽ അത് അനുഭവിച്ച ആ പെൺകുട്ടിയുടെ സാഹചര്യ അവസ്ഥ, വേദന ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മൾ അതാണ് അവിടെ കണ്ടറിയേണ്ടത്. എന്താണ് ആ പെൺകുട്ടി അനുഭവിച്ച വേദന? ഇവൻ എന്ത് വേദന അനുഭവിച്ചു? ഇവനക്ക് സംശയമാണ്, അവൾ ആരോടൊക്കെ വിളിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, മറ്റുമൊക്കെ. ആ സംശയമാണ് ഇത്രയും വലിയൊരു കൊലപാതകത്തിലേക്ക് എത്തിച്ചു കളഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ ആ ഒരു വേദനയും സാഹചര്യവും ഒക്കെ. ഇത് നമുക്ക് വരുമ്പോൾ, നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ചെറിയൊരു പൊള്ളലേൽക്കുമ്പോൾ എത്രത്തോളം വേദന നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് സൂര്യൻ്റെ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഒരു തീയിലേക്ക് ഇട്ടാൽ എത്രത്തോളമാണ് അതിൻ്റെ വേദന. ആ പെൺകുട്ടി ആ വേദന അറിഞ്ഞു. അവനിക്കും തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം, തക്കതായിട്ടുള്ള ശിക്ഷ അതിന് കൊടുക്കണം. ആ പെൺകുട്ടിക്ക് നീതി കിട്ടണം.
ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ കിടന്നിട്ട് ആ പെൺകുട്ടി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ അവൻ തന്നെയാണ്. അവൻ അനുഭവിക്കണം അതിൻ്റെ ശിക്ഷ. അതിനു വേണ്ടി നിയമം കണ്ണ് തുറക്കണം. കണ്ണ് തുറക്കാത്ത കാലത്തോളം നമ്മുടെ നാടുകളിൽ ഇതുപോലെ സംശയങ്ങളും ഒരുപാട് പെൺകുട്ടികളുടെ ജീവനുകളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾ ഈ ഒരു സംശയ രോഗം വന്നാൽ അത് അറിയപ്പെട്ടാൽ നമ്മൾ അവരെ നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണിക്കണം. ഇങ്ങനത്തെ രോഗം വരുമ്പോൾ അവർ പറയും എനിക്ക് ഈ രോഗമില്ല, എനിക്ക് പ്രശ്നങ്ങളില്ല എന്നാണ് അവർ വാദിച്ചു കൊണ്ടിരിക്കുക. ഈ രോഗികൾ അങ്ങനെയാണ്. അവർ പറയും എനിക്ക് ആ പ്രശ്നമില്ല, എനിക്ക് രോഗമില്ല, നിങ്ങൾ എന്നെക്കുറിച്ച് വെറുതെ പറയാണ്. അവർ കൊണ്ടുപോയിട്ട് അവർ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം, ഒരു നല്ല കൗൺസിലിംഗ് കൊടുക്കണം. പല രൂപത്തിലുള്ള തെറാപ്പികൾ ഇന്ന് അവരോടാണ് നമ്മുടെ ഈ സമൂഹത്തിൽ പല രൂപത്തിലുള്ള രീതിയിലുള്ള ഇങ്ങനത്തെ മൈൻഡ് മാറ്റുന്ന, ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ കരകയറ്റുന്ന രൂപത്തിൽ ഒരുപാട് തെറാപ്പികൾ ഇന്ന് നമുക്കുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ തെറാപ്പികൾ, മൈൻഡ് തെറാപ്പി ഉണ്ട്, അതുപോലെ തന്നെ ശാരീരികമായിട്ട് ചെയ്യുന്ന തെറാപ്പികളുണ്ട്. ഇങ്ങനൊക്കെ ചെയ്യുന്ന അവരുടെ മൈൻഡ് നല്ലൊരു ശ്രദ്ധ കിട്ടുന്ന, തൻ്റെ ഭാര്യയോടും ഭർത്താവിനോടും സ്നേഹം കിട്ടുന്ന രൂപത്തിലുള്ള എത്രയോ കിട്ടാനുള്ള കൗൺസിലിങ്ങുകളും മെഡിസിനുകളും തെറാപ്പികളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ബന്ധപ്പെട്ട ആളുകൾ ഇത് മനസ്സിലാക്കി അവരെ കൊണ്ടുപോകണം. അവരോട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഒരിക്കലും അവർ ദേഷ്യപ്പെടാൻ പാടില്ല. ആ ദേഷ്യപ്പെടുന്ന സമയത്താണ് കൊലപാതകത്തിലേക്കും മറ്റു പ്രശ്നങ്ങളിലേക്കും എത്തിപ്പെടുന്നത്. ജീവിതം വളരെ സന്തോഷത്തോടെ കൊണ്ടുപോയിരുന്ന ഈ 2 ദമ്പതിമാർ, ഈ ഭാര്യയും ഭർത്താവും കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലാവണം ഇനി ഇവൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം ഇവന് സംശയങ്ങളാണ്, സംശയത്തിലേക്ക് വലിച്ചിഴക്കുകയാണ്. അതവൾ തിരിച്ചറിയുമ്പോൾ അവളും പ്രതികരിക്കും, ആരും പ്രതികരിച്ചു പോകും. പക്ഷേ പ്രതികരിക്കുന്നതിന് മുമ്പ് പരസ്പരം മനസ്സിലാക്കി അവർക്ക് വേണ്ടതായിട്ടുള്ള രൂപത്തിലുള്ള കൗൺസിലിങ്ങും കാര്യങ്ങളും നമ്മൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. നമ്മൾക്കിത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമ്മളെ മരുമകൾ അല്ലെങ്കിൽ നമ്മുടെ മകൾ അല്ലെങ്കിൽ നമ്മുടെ മകൻ അല്ലെങ്കിൽ നമ്മുടെ മരുമകൻ അപ്പം പറയാണ് നമ്മുടെ മകൻ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇക്കാക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അവൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് ഭാര്യയോ ഭർത്താവൊക്കെ വന്നിട്ട് ആരെങ്കിലോടെങ്കിലും ഉമ്മയോടും ബാപ്പയോടും അല്ലെങ്കിൽ ബന്ധപ്പെട്ടോട് പറയുന്നുണ്ടെങ്കിൽ അവിടെ നീ അങ്ങനെ നിന്നാൽ മതി, ഇങ്ങനെ പറയുന്നതിൻ്റെ പുറമെ അതിനെ വാച്ച് ചെയ്തിട്ട് നല്ലൊരു ഡോക്ടറെ കാണിക്കണം, നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. മരുന്ന് കുടിക്കേണ്ടതാണെങ്കിൽ അത് കുടിച്ചിട്ട്, കൗൺസിലിംഗ് ആണെങ്കിൽ അത് ചെയ്തിട്ട്, തെറാപ്പികളാണെങ്കിൽ അത് ചെയ്തിട്ട് ആ മൈൻഡ് മാറ്റി നല്ലൊരു ദാമ്പത്യ ജീവിതം അവർക്ക് കൊടുക്കണം. അള്ളാഹു താല മരണപ്പെട്ടു പോയ പെൺകുട്ടിക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവർ, ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവരുത്. നമ്മൾ വളരെയധികം ജാഗ്രത പുലർത്തണം, ശ്രദ്ധിക്കണം. കൊലപാതകങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. കൊലപാതകങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളുള്ളത് എന്ന് നമ്മളൊക്കൊന്ന് മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ബോധം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.